നമസ്കാരം. യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? കുറച്ച് വളയലും തിരിയലുമൊക്കെ അല്ലേ? അതെ, ശരീരത്തിനുള്ള ഒരു വ്യായാമം. ആ ഒരു ധാരണയാണ് കൂടുതൽ പേർക്കും. ശരിയാണ്. പക്ഷേ നിങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ വായിച്ചപ്പോൾ എന്റെ ആ ധാരണ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. ഇതൊരു പുതിയ ലോകം തുറന്നു തന്ന പോലെ. പ്രത്യേകിച്ച് ആ ഒരു ആശയം, രാജയോഗം, പിന്നെ നമ്മുടെ കോടിക്കണക്കിന് കോശങ്ങളുടെ രാജാവാകുക എന്ന ആ ഒരു രൂപകം, അത് വല്ലാതെ കൊണ്ടു. അതെ, ആ രൂപകം തന്നെയാണ് രാജയോഗത്തിന്റെ കാതൽ. സാധാരണയായി യോഗയ്ക്ക് 4 പ്രധാന ശാഖകളാണ് പറയാറുള്ളത്: കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, പിന്നെ രാജയോഗം. രാജയോഗം, രാജകീയ പാത. അതെ, അതിനെ അങ്ങനെ വിളിക്കുന്നത് വെറുതെയല്ല. മറ്റുള്ളവർ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ രാജയോഗം ആ ലക്ഷ്യത്തിലെത്താൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു പടച്ചട്ട എന്നോണം ഒരുക്കാനുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. പ്രായോഗികമായ വഴികൾ, വളരെ പ്രായോഗികമായ, ശാസ്ത്രീയമായ വഴികൾ. ഒരു രാജ്യത്തെ സമർത്ഥമായി ഭരിക്കുന്ന ഒരു രാജാവിനെ പോലെ നമ്മുടെ ശരീരമാകുന്ന രാജ്യത്തെ ഭരിക്കാൻ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ രാജകീയ പാതയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. നമ്മുടെ കോടിക്കണക്കിന് വരുന്ന കോശങ്ങളുടെ രാജാവാവുക. ഇത് കേൾക്കാൻ തന്നെ ഒരു ഗംഭീര ഫീലുണ്ട്. പക്ഷെ ശരിക്കും എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്റെ ഓരോ കോശത്തിനും എന്താണ് വേണ്ടത്? ഞാനൊരു നല്ല രാജാവാണെങ്കിൽ എന്റെ പ്രജകളായി ഈ കോശങ്ങൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരു രാജ്യത്തിലെ പ്രജകൾക്ക് എന്ത് വേണമോ അത് തന്നെയാണ് നമ്മുടെ കോശങ്ങൾക്കും വേണ്ടത്. ഉദാഹരണത്തിന്, അവർക്ക് സമാധാനം വേണം, അതായത് ടെൻഷൻ ഇല്ലാത്ത ഒരു അന്തരീക്ഷം. അവർക്ക് സുരക്ഷ വേണം, രോഗങ്ങളിൽ നിന്നും മറ്റുമുള്ള സംരക്ഷണം. പിന്നെ അവർക്ക് സമ്പത്ത് വേണം, അതായത് നിലനിൽക്കാൻ ആവശ്യമായ ഊർജവും പോഷകങ്ങളും. സഹായം വേണം, നല്ല ചിന്തകളും വേണം. ഒരു നല്ല രാജാവ് ഇതെല്ലാം തന്റെ പ്രജകൾക്ക് ഉറപ്പുവരുത്തും. ശരിയാണ്. രാജയോഗം പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കോശങ്ങൾക്ക് നൽകാനുള്ള 6 പ്രധാന ഭരണതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ്. 6 ഭരണതന്ത്രങ്ങളോ? ഇത് കേൾക്കാൻ കൗതുകമുണ്ട്. അതെ, ഒന്നാമത്തേത് ശരിയായ വ്യായാമം, അതായത് ആസനങ്ങൾ. ഇത് ശരീരമാകുന്ന രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന സൈന്യത്തെ പോലെയാണ്. ഓക്കെ. 2, ശരിയായ ശ്വസനം അഥവാ പ്രാണായാമം. ഇത് രാജ്യത്തേക്ക് ജീവവായു എത്തിക്കുന്ന ഒരു ഗതാഗത ശൃംഖല പോലെ. 3, ശരിയായ ഭക്ഷണക്രമം, അതായത് സാത്വികമായ ആഹാരം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം ഇതാണ്. പിന്നെ 4, ശരിയായ വിശ്രമം. 5-ാമത്തേത് പോസിറ്റീവ് ചിന്ത. 6-ാമത്തേത് ധ്യാനം. ഈ അവസാനത്തെ 2 രാജാവിന്റെ ഏറ്റവും അടുത്ത ഉപദേശക സമിതി. ഈ 6 കാര്യങ്ങൾ ശരിയായി ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരമാകുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണാധികാരിയായി മാറുന്നു. ഇത് കേൾക്കുമ്പോ ഒരു ചിട്ടയായ ഭരണഘടന പോലെ തോന്നുന്നു. പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗം ഓർമ്മ വരുന്നു. ഒരുപക്ഷെ അതാണോ ഈ രാജ്യത്തിന്റെ ഭരണഘടന? തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗമാണ് രാജയോഗത്തിന്റെ ആണിക്കല്ല്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഭരണഘടന: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം. ആ 8 പടവുകൾ. അതെ, അത് വെറും വ്യായാമങ്ങളല്ല. ഒരു നല്ല പൗരൻ എങ്ങനെയായിരിക്കണം, ശരീരം എങ്ങനെ ആരോഗ്യത്തോടെ വെക്കണം, ഊർജത്തെ എങ്ങനെ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങളെ എങ്ങനെ അടക്കണം, ഒടുവിൽ മനസ്സിനെ എങ്ങനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന രാജാവായി മാറാം എന്നതിന്റെ ഒരു സമ്പൂർണമായ രൂപരേഖയാണത്. കൊള്ളാം. പക്ഷെ ഈ തത്വങ്ങളെല്ലാം കൂടി ഓർത്തു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയൊരു ആശയം, ഈ രാജയോഗം, അത് ഓർത്തിരിക്കാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? തീർച്ചയായും. നമുക്ക് RAJAYOGA എന്ന വാക്കിലെ ഓരോ അക്ഷരത്തെയും ഈ ആശയങ്ങളുമായി ബന്ധിപ്പിച്ചു നോക്കാം. ആഹാ, അത് നന്നായിരിക്കും. പക്ഷെ ഇതൊരു ലിസ്റ്റായി കാണരുത്. പകരം ഓരോന്നും നമ്മുടെ ഈ രാജഭരണത്തെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. നമുക്കതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 എണ്ണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഓക്കെ. ആദ്യത്തേത് R ഫോർ റിലാക്സേഷൻ, അതായത് വിശ്രമം. വിശ്രമം വെറുതെ കിടക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ പലപ്പോഴും യോഗ കഴിഞ്ഞുള്ള ശവാസനം ചെയ്യാൻ കുറച്ച് മടി കാണിക്കാറുണ്ട്. വെറുതെ മലർന്നു കിടക്കുന്നതിന് അത്ര പ്രാധാന്യമുണ്ടോ? അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ശവാസനം വെറുതെ കിടക്കലല്ല, അതൊരു സുപ്രധാനമായ പ്രവൃത്തിയാണ്. നമ്മുടെ ശരീരത്തിൽ 2 തരം നാഡീവ്യവസ്ഥകളുണ്ട്. ലളിതമായി പറഞ്ഞാൽ, ഒന്ന് ആക്സിലറേറ്ററും മറ്റേത് ബ്രേക്കും പോലെ. ആക്സിലറേറ്ററും ബ്രേക്കും. അതെ,
ടെൻഷൻ അടിക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ പ്രവർത്തിക്കുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന ആക്സിലറേറ്റർ ആണ്. അപ്പോ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാവും, ഹൃദയമിടിപ്പ് കൂടും, ദഹനം കുറയും. എന്നാൽ ശവാസനം ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടുകയാണ്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പ്രവർത്തനക്ഷമമാകും. ശരീരം ഓക്കെ, അപകടമൊന്നുമില്ല, ഇനി വിശ്രമിക്കാം എന്നൊരു സിഗ്നൽ നൽകും. ഹൃദയമിടിപ്പ് സാമാന്യ നിലയിലാകും, ദഹനം മെച്ചപ്പെടും, കോർട്ടിസോളിന്റെ അളവ് കുറയും. അപ്പോ ഒരു നല്ല രാജാവ് തന്നെ പ്രജകൾക്ക് യുദ്ധത്തിന് ശേഷം വിശ്രമം നൽകുന്നത് പോലെയാണ് ശവാസനം. കൊള്ളാം, ആ താരതമ്യം നന്നായി. അപ്പോൾ വെറുതെ കിടക്കുകയല്ല, ശരീരത്തിന്റെ ഗിയർ മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്ത പ്രധാന ആശയം ഏതാണ്? അടുത്തത് എ ഫോർ അവയർനെസ് അഥവാ സ്വയം തിരിച്ചറിയൽ. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരു സാക്ഷിയെ പോലെ നോക്കിക്കാണാനുള്ള കഴിവ്. ഇത് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ കണ്ണടച്ച് ധ്യാനിക്കാനിരുന്നാൽ എന്റെ മനസ്സിൽ ചിന്തകളുടെ ഒരു ട്രാഫിക് ജാമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഇനി ചെയ്യാനുള്ളവ, ആശങ്കകൾ. ഇതിനിടയിൽ എവിടെയാണ് ഈ അവബോധം? ഇത് സാധാരണമാണോ? തികച്ചും സാധാരണമാണ്. ധ്യാനം എന്നത് ചിന്തകളെ ഇല്ലാതാക്കലല്ല. ഓക്കെ. ആ ട്രാഫിക് ജാമിൽ നിന്നിറങ്ങി ഒരു മേൽപ്പാലത്തിൽ കയറി നിന്ന് താഴെയുള്ള വാഹനങ്ങളെ നോക്കിക്കാണുന്നത് പോലെയാണ് അവബോധം. ദേഷ്യം എന്ന ചുവന്ന കാർ പോകുന്നു, സന്തോഷം എന്ന പച്ച ബൈക്ക് പോകുന്നു. നിങ്ങൾ അതിലൊന്നും കയറി യാത്ര ചെയ്യുന്നില്ല, വെറുതെ നോക്കിക്കാണുന്നു. കൊള്ളാം. ഇത് പരിശീലിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സിൽ പോലും മാറ്റം വരും. സാധാരണ ചിന്തകളുടെ തിരക്കിൽ നമ്മൾ ബീറ്റാ വേവ്സിലായിരിക്കും. എന്നാൽ ശാന്തമായി കാര്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ആൽഫ വേവ്സിലേക്ക് മാറും. രാജാവിന് തന്റെ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുന്നത് അപ്പോഴാണ്. കൊള്ളാം. അപ്പോൾ ഞാനൊരു ട്രാഫിക് പോലീസുകാരനാകാനാണ് ശ്രമിക്കേണ്ടത്. ആർജയോഗിയിലെ മറ്റക്ഷരങ്ങളോ? ബാക്കിയുള്ളവ ഇതിന്റെ ഭാഗമായി വരുന്നതാണ്. ജെ ഫോർ ജോയ്, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. എ ഫോർ ആസനാസ്, സ്ഥിരസുഖമാസനം എന്നാണ് പതഞ്ജലി പറയുന്നത്. സ്ഥിരസുഖമാസനം അതായത് ശരീരത്തിന് സ്ഥിരതയും സുഖവും നൽകുന്ന അവസ്ഥ, അല്ലാതെ ഒരു മത്സരമല്ല. പിന്നെ വൈ ഫോർ യോഗ, പ്രപഞ്ചവുമായി നമ്മൾ ഒന്നാണ് എന്ന യോജിപ്പ്. ജി ഫോർ ഗ്രോത്ത്, നിരന്തരമായ വളർച്ച. അവസാനമായി എ ഫോർ അവേക്കനിങ്, ഒരു ഉയർന്ന ബോധതലത്തിലേക്കുള്ള ഉണർവ്. ഇതെല്ലാം ചേരുമ്പോൾ ഒരു നല്ല രാജാവിന്റെ ഗുണങ്ങളായി. അതെ. ഈ പതഞ്ജലി മഹർഷിയെ കുറിച്ച് പറയുമ്പോൾ ഇതിന് പുരാണപരമായ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അതുകൂടി അറിഞ്ഞാൽ ഈ ആശയത്തിന് കൂടുതൽ ആഴം കിട്ടുമെന്ന് തോന്നുന്നു. എന്താണ് ആ കഥ? തീർച്ചയായും. കഥകൾ ആശയങ്ങൾക്ക് ജീവൻ നൽകും. പതഞ്ജലി മഹർഷിയെ മഹാവിഷ്ണുവിന്റെ ശയ്യയായ 1000 തലകളുള്ള ആദിശേഷന്റെ അവതാരമായാണ് കണക്കാക്കുന്നത്. ആദിശേഷന്റെ അവതാരമോ? അതെ. ഒരിക്കൽ മഹാവിഷ്ണു തന്റെ ശയ്യയിൽ കിടന്ന് ശിവന്റെ താണ്ഡവം കണ്ട് ആനന്ദത്തിൽ ലയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാരം വല്ലാതെ കൂടി. ആദിശേഷൻ അത് താങ്ങാൻ കഴിയാതെ വന്നു. എന്നാൽ താണ്ഡവം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന്റെ ഭാരം കുറയുകയും ചെയ്തു. ഇതിന്റെ കാരണം അന്വേഷിച്ച ആദിശേഷനോട് യോഗയുടെ ആനന്ദത്താലാണ് തന്റെ ശരീരം വികസിച്ചതെന്ന് വിഷ്ണു പറഞ്ഞു. ആ യോഗവിദ്യ മനുഷ്യർക്കു കൂടി പകർന്നു നൽകണമെന്ന ആഗ്രഹത്താൽ ആദിശേഷൻ ഭൂമിയിൽ പതഞ്ജലിയായി അവതരിച്ചു എന്നാണ് ഐതിഹ്യം. മനുഷ്യരുടെ ശാരീരികവും മാനസികവുമായ ദുരിതങ്ങൾ മാറ്റാനുള്ള ഒരു കരുണയുടെ പ്രവൃത്തിയായിരുന്നു അത്. അപ്പോൾ യോഗ എന്നത് കേവലം ഒരു ടെക്നിക് മാത്രമല്ല, മനുഷ്യന്റെ ദുരിതം മാറ്റാനുള്ള ഒരു ദൈവികമായ ഇടപെടൽ കൂടിയാണെന്ന് സങ്കല്പമുണ്ട്. ഈ പുരാതനമായ അറിവ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തില് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? കഴിവ് പോലെയുള്ള ആധുനിക ജീവിത നൈപുണ്യ പദ്ധതികളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. അതും ഈ രാജയോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. കഴിവ് പോലെയുള്ള ചട്ടക്കൂടുകൾ യഥാർത്ഥത്തിൽ രാജയോഗം പോലുള്ള പുരാതന തത്വങ്ങളുടെ ഒരു ആധുനിക പതിപ്പാണ്. അതെങ്ങനെയാണ്? നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. കഴിവ് എന്നതിലെ ഡി ഫോർ ഡിസിപ്ലിൻ, അച്ചടക്കം. രാജയോഗത്തിന്റെ അടിസ്ഥാനം തന്നെ ചിട്ടയായ പരിശീലനവും അച്ചടക്കവുമാണ്. ഒരു രാജാവ് അച്ചടക്കമില്ലാതെ രാജ്യം ഭരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെ എം ഫോർ മാനേജ്മെന്റ്, നിയന്ത്രണം. യോഗസൂത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തം തന്നെ യോഗഃ ചിത്തവൃത്തി നിരോധഃ എന്നാണ്. അതായത് മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കലാണ് യോഗ. ഇത് തന്നെയല്ലേ മാനേജ്മെന്റ്? ശരിയാണ്. ആരോഗ്യത്തെക്കുറിച്ചും അതിൽ പറയുന്നുണ്ടല്ലോ. എച്ച് ഫോർ ഹെൽത്ത്. അതെ, എച്ച് ഫോർ ഹെൽത്ത്.
രാജയോഗം ലക്ഷ്യം വെക്കുന്നത് കേവലം രോഗമില്ലാത്ത അവസ്ഥയല്ല, അത് ആദി, വ്യാധി എന്നിവയില്ലാത്തൊരവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദി, വ്യാധി, എന്താണ് ആ വ്യത്യാസം? ആദി എന്നാൽ മാനസികമായ സമ്മർദ്ദമാണ്. ഇപ്പോ ഒരു പരീക്ഷയെക്കുറിച്ചുള്ള ടെൻഷൻ പോലെ, അതാണ് മൂലകാരണം. ആ ടെൻഷൻ കാരണം വരുന്ന തലവേദനയോ വയറുവേദനയോ ആണ് വ്യാധി, അതായത് ശാരീരികമായ അസുഖം. ഓക്കെ. ആധുനിക വൈദ്യശാസ്ത്രം പലപ്പോഴും വ്യാധിയെയാണ് ചികിത്സിക്കുന്നത്. തലവേദനയ്ക്കും മരുന്ന് തരും. എന്നാൽ രാജയോഗം ആധിയെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആ ടെൻഷന്റെ മൂലകാരണത്തെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്. ഒരു നല്ല രാജാവ് പ്രശ്നത്തിന്റെ ലക്ഷണങ്ങളെയല്ല, അതിന്റെ മൂലകാരണത്തെയാണ് ഇല്ലാതാക്കേണ്ടത്. ഇപ്പോഴെനിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. രാജയോഗം എന്നത് കുറച്ച് ആസനങ്ങളോ ശ്വാസം പിടിച്ചു നിർത്തലോ അല്ല, അത് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു ശാസ്ത്രീയമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. അതെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നല്ലൊരു വാക്കാണ്. നമ്മുടെ കോശങ്ങളാകുന്ന പ്രജകളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാകാനുള്ള പരിശീലനമാണത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. യോഗസൂത്രങ്ങളെ കേവലം ഒരു പുസ്തകത്തിലെ അറിവായി കാണാതെ ഒരു ജീവിത രീതിയായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാനസികവും ശാരീരികവുമായ ഗുണങ്ങൾ വളരെ വലുതാണ്. ഈ മാറ്റം വ്യക്തികളിൽ ഒതുങ്ങുന്നില്ല. ഒരു നല്ല സമൂഹം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഓരോ വ്യക്തിയും അവരവരുടെ ഉള്ളിലേക്ക് നോക്കണം. സ്വന്തം മനസ്സിനെയും ശരീരത്തെയും ഭരിക്കുന്ന ഒരു രാജാവായി മാറണം. അങ്ങനെയുള്ള കോടിക്കണക്കിന് രാജാക്കന്മാർ ചേരുമ്പോഴാണ് ഒരു ഉത്തമ സമൂഹം, ഒരു രാമരാജ്യം തന്നെ ഉണ്ടാകുന്നത്. തീർച്ചയായും. ഈ ചർച്ച അവസാനിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട്. നിങ്ങൾ നൽകിയ കുറിപ്പുകളിലെ ഒരു ചോദ്യം കടമെടുത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും. എന്നിൽ എന്തില്ല എന്നല്ല, എന്നിൽ എന്തുണ്ട് എന്ന അന്വേഷണമാണ് നമ്മെ നയിക്കേണ്ടത്. ഒരുപക്ഷെ രാജയോഗം എന്നത് പുറത്തേക്കുള്ള ഒരു ഓട്ടമല്ല, നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ രാജാവിനെ കണ്ടെത്താനുള്ള ഒരു ആന്തരിക യാത്രയായിരിക്കാം. ആ യാത്ര തുടങ്ങാൻ ഈ ചർച്ച നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. ഇന്ന് നിങ്ങളുടെ ആന്തരിക രാജാവ് തന്റെ പ്രജകൾക്ക് വേണ്ടി എന്ത് നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, അതൊന്ന് ചിന്തിച്ചു നോക്കൂ.